2019 WTC സ്റ്റാർട്ട് ചെയ്ത് മുതലെടുത്ത് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജിനേക്കാളും ഇപ്പോൾ കൂടുതൽ വിക്കറ്റും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ WTCയിൽ വിക്കറ്റ് എടുത്തുള്ള ടോപ്പ് 3 ബോളേഴ്സിൽ നമുക്ക് രവീന്ദ്ര ജഡേജ കാണാൻ പറ്റും. അശ്വിനും അല്ലെങ്കിൽ ബുംറയ്ക്കൊക്കെ ഒപ്പം. അതിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ള ഇന്ത്യൻ ബാറ്റേഴ്സിൽ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ അതിലും അദ്ദേഹം ആദ്യം 3 എന്നുള്ളതാണ്. അതായത് യശസ്വി ജയ്സ്വാളിനേക്കാളും കൂടുതൽ റണ്ണ് WTCയിൽ എടുത്തുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ രവീന്ദ്ര ജഡേജ. അത്രത്തോളം, അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്പർ 1 ഓൾറൗണ്ടറാണ്. സിറാജിനേക്കാളും ബെറ്റർ ബോളിംഗ് റാങ്കിങ്, KL രാഹുലിനേക്കാളും ബെറ്റർ ബാറ്റിംഗ് റാങ്കിങ് ഉള്ള അത്രത്തോളം അണ്ടർ അപ്രീഷിയേറ്റഡ് ആണ് ആ മനുഷ്യൻ എന്ന് നമ്മൾ നോക്കുക. ഇന്നത്തെ മത്സരത്തിൽ തുടർച്ചയായുള്ള 3ാമത്തെ അർദ്ധ സെഞ്ചുറി. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഗില്ലും അതുപോലെ തന്നെ ജയ്സ്വാൾ, പന്ത്, KL രാഹുലിനൊക്കെ കിട്ടുന്ന ഒരു പകുതി അപ്രിസിയേഷൻ പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. കരിയറിന്റെ തുടക്കാലത്തൊക്കെ വളരെ ലോ ഓർഡറിലാണ് ബാറ്റ് ചെയ്തിരുന്നത്. അവസാനത്തെ ഈ 5 വർഷത്തെ ഒരു കണക്കെടുത്താൽ തന്നെ 2000 മുകളിൽ റൺസാണ് അദ്ദേഹം ബാറ്റിംഗിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഒപ്പം 100 വിക്കറ്റുകൾ. മറ്റൊരു പ്ലെയർക്ക് ഈ ഒരു നേട്ടമില്ല. അപ്പോൾ ഈ അവസാന 5 വർഷത്തിലാണ് ബാറ്റിംഗിൽ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തത്. ഈ 36ാമത്തെ വയസ്സിലും ടീമിലെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ തന്നെയാണ്. അപ്പോൾ അത്രത്തോളം നമ്മളിപ്പോൾ മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്നു, മികച്ച ബോളിംഗ് സ്പെല്ലുകൾ ഉണ്ടാകുന്നു, ഫീൽഡിൽ മികച്ച പെർഫോമൻസ് വരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അത്രത്തോളം അണ്ടർ അപ്രീഷിയേറ്റഡ് തന്നെയാണ് സ്റ്റിൽ രവീന്ദ്ര ജഡേജ. അദ്ദേഹത്തിന് ആ ഒരു ലെജൻഡ് ആണെങ്കിൽ പോലും ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഡിസർവ് ചെയ്യുന്ന ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. IPL ആണ് പിന്നെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നത്. അതും പലപ്പോഴും ധോണി ഉള്ളത് കൊണ്ട് ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിലെ ആ ഒരു അവസ്ഥ തന്നെയാണ്. വീണ്ടും അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് ജഡേജ.